സമസ്ത ഈ 100 വർഷത്തോളമായിട്ട് സമസ്തനെ സംബന്ധിച്ച് എല്ലാവരും മനസ്സിലാക്കിയല്ലോ ഇത് എങ്ങനത്തെ ഒരു സംഘടനയാണ്. ഏതെങ്കിലും നിലക്കുള്ള ആക്ഷേപങ്ങൾ പറയപ്പെടാൻ ഒന്നുമില്ല. ഏതെങ്കിലും ഭീകരവാദം അല്ലെങ്കിൽ വർഗീയത ഇതൊന്നും സമസ്തൻ്റെ ചരിത്രത്തിൽ ഇതുവരെ സമസ്തയോട് ബന്ധപ്പെട്ട സമസ്ത നേതാക്കന്മാരാരും അങ്ങനത്തെ ഒരു പ്രസ്താവന നടത്തുകയൊന്നും ചെയ്തില്ല. അപ്പോൾ ഇത് ഏത് നിലക്കും എല്ലാവർക്കും വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു സംഘടനയാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ സമസ്തൻ്റെ മതപരമായ കാര്യങ്ങൾ ഞങ്ങൾ പറയണത് എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ, അത് സ്വാഭാവികമാണ്. അങ്ങനെ ശ്രദ്ധിക്കണം. മതപരമായ കാര്യങ്ങൾ മാത്രമല്ല, രാഷ്ട്രീയ കാര്യങ്ങളിലും അല്ല, രാഷ്ട്രീയ കാര്യങ്ങളിൽ അങ്ങനെയല്ല, അത് മതത്തിനോട് ബന്ധപ്പെട്ടോടത്തെ അഭിപ്രായം പറയുള്ളൂ. സമസ്ത എന്ന് പറഞ്ഞാൽ ഇതുവരെ ഒരു ധാരണ എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിന്റെ ഒരു പോഷക സംഘടന എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് സമസ്തയ്ക്ക് സ്വന്തമായ ഒരു വ്യക്തിത്വം ഉണ്ട്, ഒരു അഡ്രസ് ഉണ്ട്, സ്വന്തമായ. അത് അന്നുണ്ട്, ഇന്ന് മാത്രമല്ല അന്നും ഉണ്ട്. പക്ഷെ അത് അത്ര പുറത്തേക്ക് അറിഞ്ഞിരുന്നില്ല. അല്ല, അന്ന് പിന്നെ വലിയ വലിയ ആളുകൾ, മഹാന്മാരായ പണ്ഡിതന്മാർ പോലും അത്രമാത്രം അതിന് പിന്നെ അവർക്ക് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അവർക്ക് ഏൽപ്പിക്കപ്പെട്ട ചില പണികളും ചിലപ്പോൾ ചിലർ പഠിപ്പിക്കലായിരിക്കും, ചിലപ്പോൾ മറ്റു വല്ല പിന്നെ ഈ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. അവരതായിട്ട് അങ്ങനെ കൂടുതൽ അന്നുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് കാഴ്ചപ്പാടുകളില്ലാത്തത് കൊണ്ടല്ല. പിന്നെ ഇത് അങ്ങനെയാണെങ്കിൽ ഇതൊരു മാറൊന്നിൻ്റെ ഒരു ബി ടീമോ അല്ലെങ്കിൽ വേറൊന്നിൻ്റെ ഒരു പോഷക സംഘടനയൊക്കെ ആണെങ്കിൽ ഇത് ഈ പേരിൽ അറിയപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. അല്ല, അത് പ്രകടമാകുന്നതല്ല, നിങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഞാൻ പ്രസിഡൻ്റായിട്ട് ആശാണ്. അപ്പോൾ അങ്ങനെ പറയാം. ഇത് അല്ലാതെ മുമ്പ് തന്നെ ഉണ്ടത്, ഇപ്പം മുമ്പ് തന്നെ അങ്ങനെ തന്നെ ഉള്ളത്. മുമ്പ് തന്നെ ഇത് ഒരു വേറൊന്നിൻ്റെ ഒരു നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ഒരു ബി ടീമൊന്നുമല്ല. ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം ഭൗതിക പിന്നെ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒന്നല്ലത്. ഭൗതികമായി നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ഇവിടെ ഭരണത്തിൽ കയറിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കണം, ഗവൺമെൻറ്റിൽ ശബ്ദിക്കണം, ഇതിനൊന്നും വേണ്ടിയല്ലല്ലോ. അങ്ങനത്തെ ഉദ്ദേശങ്ങളൊന്നും സമസ്ത കേരള ജമീയത്തുൽ ഉലമക്കില്ല. ആത്മീയമായി ജനങ്ങളെന്താക്കുക, അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളൊക്കെ നൽകി അവരെ ഉയർത്തി കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശമുള്ളൂ. അതോടുകൂടി ഒരു സംഘടന എന്നുള്ള നിലക്ക് ഇത് ഇന്ത്യ മഹാരാജ്യം പോലത്തെ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിലാവുമ്പോൾ ആ ജനാധിപത്യ സ്ഥിതിയിൽ അവർ സ്വീകരിക്കേണ്ട ചിലതുണ്ടാവും. ഇപ്പം മതസൗഹാർദ്ദം ഞാൻ പറഞ്ഞല്ലോ, ചാരിറ്റി പ്രവർത്തനം, വിദ്യാഭ്യാസം, സാംസ്കാരിക പ്രവർത്തനം, ഇങ്ങനത്തെ സംഗതികളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊരു തെറ്റിദ്ധാരണയാണ്. പിന്നെ ഇപ്പോഴേ പ്രകടമായിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഇപ്പോഴെങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ളത് മാത്രം. വിദ്യാഭ്യാസ രംഗത്ത് നടത്തിയ പരിഷ്കാരം പറയുമ്പോഴാണ് ഈ സ്ത്രീ വിദ്യാഭ്യാസ കാര്യത്തിൽ സമസ്ത ഫണ്ട് സ്ത്രീ വിദ്യാഭ്യാസത്തിനെതിരായിരുന്നു എന്നും അങ്ങനെ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട് എന്നും പറയുന്നത്. അങ്ങനെയല്ല, ഇപ്പോൾ സമസ്തനെ സംബന്ധിച്ച് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനെതിരെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതായത് അത് നമ്മൾ അന്ന് പിന്നെ ബ്രിട്ടീഷുകാരോടുള്ളതായ പൂർണ്ണമായ ഒരു എതിർപ്പിൻ്റെ കാലഘട്ടം. ആർക്കും ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനോട് ഇതുണ്ടായിട്ടല്ല. അപ്പോൾ ആ ബ്രിട്ടീഷുകാരോടുള്ള എതിർപ്പ് ജനങ്ങളിൽ ഉണ്ടാക്കുക എന്നുള്ള നിലക്ക്, അതൊരു രാജ്യസ്നേഹി എന്നുള്ള നിലക്ക് അല്ലെങ്കിൽ രാജ്യത്തിനെ സ്നേഹിക്കുന്നവരെന്നുള്ള നിലക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ടതാണ്. ആ നിലക്ക് പറഞ്ഞിട്ടുണ്ട്. എന്നതുപോലെ സ്ത്രീ വിദ്യാഭ്യാസത്തിനെ സമസ്ത പിന്നെ എതിർത്തിട്ടൊന്നുമില്ല, മനസ്സിലായില്ലേ. സ്ത്രീ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ആവിർഭാവം മുതൽ തന്നെ വലിയ പണ്ഡിതകളാവുന്ന സ്ത്രീകളുണ്ടെന്നല്ലോ. ഇപ്പോൾ പലരും ഇപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ, ഹഫ്സ റളിയല്ലാഹു തആല അൻഹ പോലത്തെ അങ്ങനെ പല ഖതീബത്തു നിസാ എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളിൽ നിന്ന് പ്രസംഗിക്കണ സ്ത്രീകളായ സഹാബി പിന്നെ സ്ത്രീകളുണ്ടെന്ന്. അവർ പ്രവാചകനോട് പല ചോദ്യങ്ങളും ചോദിക്കാൻ വന്നിങ്ങനെ സ്ത്രീകളുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് സ്ത്രീ വിദ്യാഭ്യാസത്തിനെ എതിർത്തിട്ടില്ല, അത് എതിർത്തതുമല്ല, അതിനെ നിരുത്സാഹപ്പെടുത്തിയതല്ല. ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ നമുക്കറിയാം സ്ത്രീകൾ പിന്നെ പൊതുവെ അവരെ ഒരു പ്രത്യേക അന്നത്തെ ഒരു അവസ്ഥ അങ്ങനെയാണ്. ഇതെന്ന് പറഞ്ഞാൽ പിന്നെ സാമ്പത്തികമായിട്ടും മറ്റുമൊക്കെ ഇതിന് വലിയൊരു ഇതൊന്നും കഴിവില്ലാത്തൊരു കാലഘട്ടം എന്നല്ല ഇവിടെ ഉണ്ടായിരുന്നത്. അന്ന് വീടിൻ്റെ ഉള്ളിൽ പിന്നെ ആണുങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു, അങ്ങനെ വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. എന്നാലും അവർ ആവശ്യമായ അറിവുകളൊക്കെ പഠിച്ചവരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്നത്തെ സ്ത്രീകളും എൻ്റെ ഇപ്പോഴുണ്ട് 10-85 വയസ്സായിട്ടുണ്ട്. മകവും മലയാളം എഴുതാനൊക്കെ അറിയും, മനസ്സിലായില്ലേ, വായിക്കാനറിയും. പിന്നെ മദ്രസിലൊക്കെ പോയി സ്കൂളിലൊക്കെ പോയി പഠിച്ചവരാണ്. അപ്പോൾ
അങ്ങനെ സ്ത്രീ വിദ്യാഭ്യാസത്തിന് സമസ്ത എതിർത്തു എന്ന് പറഞ്ഞത് ശരിയല്ല. അതിന് ചിലപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള സുരക്ഷത വേണം, അവരെ മാന്യത പരിഗണിച്ചുകൊണ്ട് അതിനെ സംരക്ഷിക്കപ്പെടണം എന്നൊക്കെയുള്ള ഒരു തിയറിയാണ് ഇസ്ലാമിൻ്റെ. അടുത്ത കാലത്ത് ഇപ്പം ഈ ചർച്ചകളുണ്ടായിരുന്നു ഈ കമ്മ്യൂണിസവുമായിട്ട് എങ്ങനെയാണ് സമസ്തയുടെ നിലപാടെന്ത്? അതായത് സമസ്ത ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് എന്നുള്ളത് നിരീശ്വര പിന്നെ നിരീശ്വര നിർമ്മിത പ്രസ്ഥാനം ആണ് അവരെന്നുണ്ടെങ്കിൽ ആ നിരീശ്വര നിർമ്മിത ആ തത്വങ്ങളോട് ഇസ്ലാമിക്ക് യോജിച്ച് പോകാൻ പറ്റില്ലല്ലോ. ആ യോജിപ്പുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ, മനുഷ്യൻ എന്നുള്ളവർക്ക് യോജിക്കും, അവരോട് നമ്മൾ സൗഹാർദ്ദത്തിൽ കഴിയും. ഒരു പാർട്ടി എന്നുള്ളവർക്ക് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ ഏക സിവിൽ കോഡിനെതിരല്ലേ, പിന്നെ അവർ പ്രത്യേകമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. കോൺഗ്രസ് രംഗത്ത് വന്നു, മുസ്ലിം ലീഗ് പിന്നെ ഏതായാലും രംഗത്ത് വരേണ്ടവരാണ്. അങ്ങനെ പലരും രംഗത്ത് വന്നു. അങ്ങനെ രംഗത്ത് വന്നപ്പോൾ ഇതൊരു ഈ കേരളത്തിലെ ഇന്ത്യയിലെ എല്ലാ ജനങ്ങളെയും ബാധിക്കണം ഒന്നാന്നുള്ള നിലക്ക് അവർ സംഘടിപ്പിക്കണ പരിപാടിയിൽ ഇപ്പോൾ നമ്മൾ പങ്കെടുക്കുമല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വീട് കത്തുമ്പോൾ പിന്നെ അത് തീ അണക്കാൻ വന്ന ഇജ് ആരാ നിരീശ്വരവാദിയാന്ന് നോക്കിക്കോ, അല്ലെങ്കിൽ ഇജ് മുസ്ലിമാന്ന് നോക്കിക്കോ. ഒരു മുസ്ലിമിൻ്റെ വീടാണ് കത്തുള്ളത്, എന്നാൽ ഇജ് നിരീശ്വരവാദിയാണ്, അല്ലെങ്കിൽ ഇജ് ഹിന്ദു മതക്കാരനാണ്, ഇജ് ക്രിസ്ത്യാനിയാണ്, ഇജൊന്നും ഇതിന് വരാൻ പാടില്ല എന്ന് നമ്മൾ പറയില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ഈ പൊതു സ്വഭാവങ്ങളിൽ അവർ ഓരോരുത്തർക്കും ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് കമ്മ്യൂണിസ്റ്റുകാരുടെ വിശ്വാസം ഉണ്ടാവും, കോൺഗ്രസ്സുകാർക്ക് കോൺഗ്രസിൻ്റെ വിശ്വാസം ഉണ്ടാവും. ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും ആ രാഷ്ട്രീയ പാർട്ടികളിൽ മതമുള്ളവരും മതമില്ലാത്തവരൊക്കെ ഉണ്ടാവും. അവർക്ക് അവരെ മതത്തിൻ്റെതായ വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിലവർ നിലനിന്നും കൊണ്ട് തന്നെ മറ്റുള്ളവരോട് യോജിക്കാമല്ലോ, മറ്റുള്ളവർക്ക് അവരോട് യോജിക്കാം. ഇതാണ് നമ്മളെ തത്വം. സമസ്തയുടെ മുഷാവറ അംഗം തന്നെ പോസ്റ്റ് ഇവരുടെ കമ്മ്യൂണിസ്റ്റുകാരെ വിശ്വസിക്കാൻ പറ്റില്ല. അതൊക്കെ അത് ഞാനല്ലേ മറുപടി പറയേണ്ടത്. അത് അയാളെ വ്യക്തിപരമായ അല്ലെങ്കിൽ കാഴ്ചപ്പാടോ എന്തോ ആയിരിക്കും. അപ്പോൾ അത് ഇതിപ്പോൾ CPM അല്ല, അതുപോലെ നിരീശ്വരവാദ നിർമ്മത കക്ഷികളോട് സമസ്ത എടുക്കുന്ന നിലപാട് ഇപ്പോൾ ഭരണകക്ഷി CPM ആണെന്ന്. ഭരണകക്ഷിയാണെങ്കിലും അല്ലാത്ത കക്ഷിയാണെങ്കിലും സമസ്തനെ സംബന്ധിച്ചിടത്തോളം പൊതു കാഴ്ചപ്പാടുകളുണ്ടല്ലോ. ഇപ്പോൾ നമ്മളത് ഇതിന് മുമ്പുണ്ടായ എന്താണ് മറ്റേ പൗരത്വ നിയമം, ആ പൗരത്വ നിയമത്തിൽ നമ്മളെല്ലാവരോടും സഹകരിച്ചല്ലോ. അതൊരു പൊതു പ്രശ്നമാണ്, നമ്മളെ മാത്രമല്ല എല്ലാവരെയും ബാധിക്കണ ഒരു പൊതു പ്രശ്നമാണ്. അങ്ങനത്തെ പൊതു പ്രശ്നങ്ങളിൽ ആര് പിന്നെ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ എതിരിൽ അങ്ങനത്തെ നിയമം വരുമ്പോൾ അതിൻ്റെ എതിരിൽ ആര് ശബ്ദിച്ചാലും ആ ശബ്ദങ്ങൾക്കൊക്കെ നമ്മളെ പിന്തുണ ഉണ്ടാവും. അവരായിട്ട് നമ്മൾ നിരീശ്വര നിർമ്മതവാദികളായിട്ട് മറ്റൊക്കെ തന്നെ അവരാ പിന്നെ വിശ്വാസങ്ങളോടോ അല്ലെങ്കിൽ അവർക്കുള്ളതായ തത്വങ്ങളോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല എന്നുള്ളൂ. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ മുസ്ലിമീങ്ങളെ തത്വങ്ങളോട് മുസ്ലിമീങ്ങളെ വിശ്വാസങ്ങളോട് അവർ യോജിക്കുമോ? മുസ്ലിമീങ്ങളെ വിശ്വാസങ്ങളോട് ഒരു ഹിന്ദുവിന് യോജിക്കാൻ കഴിയൂല. പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ട ആളുകൾ അവരെ മതം അനുസരിച്ചുള്ളതായ ഒരു വിവാഹം കഴിഞ്ഞു നിൽക്കാം, എന്നിട്ട് അവർ ഇസ്ലാമിലേക്ക് വന്നാൽ നമ്മൾ അവരോട് എന്താവില്ല, പുനർവിവാഹത്തിന് ആവശ്യപ്പെടില്ല. ഇസ്ലാമിൻ്റെ ആചാരം അനുസരിച്ച് വിവാഹം നടത്തണമെന്ന് നമ്മൾ പറയില്ല, അത് പറയാൻ പാടില്ല എന്നാണ്. അവർ രണ്ടാളും ഒന്നിച്ച് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ആദ്യം ഒരാൾ വന്നു ഈ പെണ്ണിൻ്റെ കാലഘട്ടം എന്ന് പറയും, അതായത് പ്രത്യേകമായിട്ട് ഭർത്താവുമായിട്ട് പിരിഞ്ഞാൽ ഇത്ര കാലഘട്ടം എന്നുണ്ട്. ആ കാലഘട്ടത്തിൻ്റെ ഇടയിൽ അവൾ വന്നു, അല്ലെങ്കിൽ അവൾ ആദ്യം വന്നിട്ട് പിന്നെ ഇയാളാണ് വരുന്നത്. അങ്ങനെ വന്നാൽ ആ ബന്ധം അതിൻ്റെ ഇടയിൽ വന്നാലും ആ ബന്ധം അതേമാതിരി നമ്മൾ നിലനിർത്തും. ആ മതാചാരപ്രകാരം നടത്തപ്പെട്ടതാണെങ്കിൽ, അത് ഇപ്പോൾ ഹിന്ദു മത ആചാരപ്രകാരം നടത്തപ്പെട്ടു, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ ആചാരപ്രകാരം നടത്തപ്പെട്ടു, അല്ലെങ്കിൽ ബുദ്ധമതം, ഏത് മതമാണെങ്കിലും ഒരു മതത്തിൻ്റെ ആ ആചാരപ്രകാരം നടത്തപ്പെട്ടതിന് നമ്മളെന്താവും അതിന് അംഗീകരിക്കും. ഈ ഞങ്ങളിപ്പോൾ പറഞ്ഞു വീട് കത്തുമ്പോൾ തീയണയ്ക്കാൻ വരുന്നവരുടെ ജാതിയും അത് നോക്കില്ല. ഈ ഏകീകൃത സിവിൽ കോഡിന്റെ വിഷയത്തിൽ CPM ഒരു സെമിനാർ നടത്തും, സമസ്ത പങ്കെടുക്കുമല്ലോ. ഇപ്പോഴും ഞാൻ പ്രസംഗിച്ചു വന്നതാണ്. ലീഗ് അതിൽ നിന്ന് മാറി നിൽക്കുന്നത് അതെന്താണെന്ന് ചോദിച്ചാൽ അത് ലീഗ് അതിൽ നിന്ന് മാറി നിന്നല്ല, ലീഗിൻ്റെതായ രാഷ്ട്രീയമായ ഒരു ബന്ധങ്ങളുണ്ടാവും. അപ്പോൾ ഒരു ഒപ്പമുള്ള രാഷ്ട്രീയക്കാരെ മുന്നണി ബന്ധമുണ്ടല്ലോ. അപ്പോൾ കോൺഗ്രസിനെ ക്ഷണിച്ച് ലീഗിനെ മറുപടി പറഞ്ഞല്ലോ, കോൺഗ്രസിനെ ക്ഷണിക്കാത്തത് കൊണ്ട് ഞങ്ങളതിനെന്താക്കണില്ല, പങ്കെടുക്കണില്ല എന്ന്.
അപ്പോൾ ആ മുന്നണിക്കൊരു വിള്ളലുണ്ടാക്കണ്ട എന്നുള്ളതാണ് അവർ മനസ്സിലാക്കിയത്. അതോടുകൂടി CPM നടത്തുന്നതായ ഈ പരിപാടിനോട് അവർ എതിർപ്പുള്ളവരെന്നല്ല അതിൻ്റെ അർത്ഥം. ഇവരെ വിളിച്ചില്ലല്ലോ, ലീഗിനെ വിളിച്ചു, കോൺഗ്രസിനെ വിളിച്ചില്ല. അപ്പം ഞങ്ങളെല്ലാവരും നമ്മളെ പിണറായിയൊക്കെ പറഞ്ഞ മാതിരിക്ക് ഒക്കെ ചങ്ങായിമാരെന്ന് പറയില്ലേ, അപ്പോൾ അവരൊക്കെ ചങ്ങായിമാരാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ മുമ്പ് ഒക്കെ ചങ്ങായി എന്ന് പറഞ്ഞില്ലേ, എന്നതുപോലെ ഇവരെ ഒക്കെ ചങ്ങായിമാരാണ് ആരും പറഞ്ഞത്, കോൺഗ്രസ് മറ്റുള്ള ആ സഖ്യകക്ഷികളൊക്കെ. അപ്പോൾ അതിൽ നിന്നുള്ള ആരെങ്കിലും പങ്കെടുക്കണില്ല എന്നുണ്ടെങ്കിൽ, അല്ല അവരെ വിളിച്ചിട്ടില്ല എന്നെങ്കിൽ സ്വാഭാവികമായിട്ട് അങ്ങനെയല്ലേ. ഇപ്പോൾ നമ്മൾ വലിയ സുഹൃത്തുക്കളാണ്, നമ്മൾ രണ്ടാളും കൂടി എല്ലാ ഇതിലും പരിപാടിയിലും നമ്മൾ ഒന്നിച്ച് പങ്കെടുക്കുന്നവരാണ്. അപ്പം നീ നിന്നുള്ള നിങ്ങളെ വിളിച്ചില്ലെങ്കിൽ നിങ്ങൾ തന്നെ പറയണേ, എന്നെ വിളിച്ചിട്ടില്ലെങ്കിൽ പോയെന്നിട്ട് നമ്മളുള്ള സുഹൃത്ബന്ധം എന്തായി പോവും, അത് മുടങ്ങി അത് തെറ്റിപ്പോകുമെന്ന് കണ്ടാൽ ഞാൻ പോകില്ലല്ലോ. ആ സുഹൃത്ബന്ധം നിലനിർത്തുന്നുണ്ടെങ്കിൽ, അപ്പോൾ മുന്നണി ബന്ധം നിലനിർത്തുന്നുണ്ടെങ്കിൽ ഇവർക്ക് പോരാൻ പറ്റില്ല. അതോടുകൂടെ ഇതിനോട് ഇവരൊക്കെ എതിരാണെന്നുള്ളത് പിന്നെ പിന്നെ സുധാകരൻ വിളിച്ചു, ഇപ്പോൾ വിളിച്ചിരുന്നു. 22-ാം തീയതി ഇവിടെ കോഴിക്കോട് പരിപാടിയുണ്ട്, മറ്റേ ഇവിടെ പരിപാടിയുണ്ട്, ഇവിടെ തിരുവനന്തപുരത്ത് പരിപാടിയുണ്ട്. ഇന്നലെ മാസം വിളിച്ചു, അതിലൊക്കെ നിങ്ങൾ പങ്കെടുക്കുക. നമ്മൾ പങ്കെടുക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ പങ്കെടുക്കുക, നമ്മൾ പ്രതിനിധിയൊക്കെ എന്ത് ചെയ്യുന്നതാണ്. സമസ്ത അങ്ങനെ ആരോടും അടുക്കാൻ പ്രത്യേക ഒരു അടുപ്പ് ആരോടും ഇല്ലല്ലോ. സമസ്ത അടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഭരണകക്ഷിയൊക്കെ ആകുമ്പോൾ ആ ഭരണകക്ഷിൻ്റെ മുന്നിൽ പലതും നമുക്ക് ഒരു സംഘടന എന്നുള്ളവർക്ക് പല ആവശ്യങ്ങളുണ്ടാവുമല്ലോ. അത് മാന്യമായിട്ട് പരിഗണിക്കുന്നവരോടൊക്കെ നമ്മൾ എന്താവേണ്ടി വരും, അടുക്കേണ്ടി വരുമല്ലോ. അടുക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരാകുക എന്നുള്ളതൊന്നും അല്ലല്ലോ അതിൻ്റെ അർത്ഥം. ഈ അടുത്ത കാലം വരെ മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ ലീഗിന്റെ ഒരു വോട്ട് ബാങ്ക് ആയിരുന്നു. ഇപ്പൊ കോണിക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ നരകത്തിൽ പോകുന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഒരു കാലം നമുക്കുണ്ടായിരുന്നു. അതിപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ കോടി ചുട്ടിയത് ഇറക്കിയില്ലേ, ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് മുസ്ലിം സമുദായം. അല്ല അതല്ല, ഇതൊന്നും സമസ്തൻ്റെ നയമല്ലല്ലോ. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പിന്നെ കോൺഗ്രസ്, ലീഗ്, കമ്മ്യൂണിസ്റ്റ് ഇവർക്കൊന്നും വോട്ട് ഇതിലേക്ക് അത് നരകത്ത് പോകുന്നൊക്കെ ഉള്ളത് അല്ല. അത് അന്ന് പിന്നെ ആളുകൾക്ക് വിവരം കുറയുമ്പോൾ അന്നേൽക്കുള്ള പലതും ഉണ്ടായിട്ടുണ്ടാവാം. മാറ്റം തന്നെ ഇപ്പം നമ്മളാകെ ഇപ്പം നമ്മളെ ഭക്ഷണത്തിന് മാറ്റമുണ്ടായി, വസ്ത്രത്തിന് മാറ്റമുണ്ടായി, പിന്നെ ഇല്ലേ, പിന്നെ നമ്മളെ വീടുകളിൽ മാറ്റമുണ്ടായി. ഇപ്പം കണ്ടില്ലേ, പഴയ വീട് ഇപ്പോൾ കാണാനില്ല. ഇപ്പം ഒക്കെ ഇങ്ങനെ പുതിയ പുതിയ വീടുകളല്ലേ പലരും നിർമ്മിക്കണത്. ഏത് മാറ്റം? അല്ല ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുക അല്ല, മുന്നോട്ട് പോകേണ്ടത് എന്ന് പറഞ്ഞാൽ നല്ല നിലക്കുള്ളതായ മുന്നോട്ട് പോകാനൊക്കെ നമുക്ക് അംഗീകരിക്കണമല്ലോ. ഈ മാറ്റത്തിനുള്ളതല്ല ഇതിപ്പോൾ. ഇത് നമ്മൾ സംഘടന കൂടി പറയേണ്ടതല്ലത്. ഇത് ഓരോ വ്യക്തികൾക്കും അവരുടേതായ രാഷ്ട്രീയ നയങ്ങൾ പാർട്ടികളോടുള്ളതായ രാഷ്ട്രീയം ഉണ്ടാവും. ആ രാഷ്ട്രീയം അനുസരിച്ചായിരിക്കും ഓരോരുത്തരും. അതിപ്പോൾ വളരെ കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് വന്ന ഒരുത്തനാണെങ്കിൽ തന്നെ ഓൻ ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആവും. ഇപ്പോൾ EMS നമ്പൂതിരിപ്പാട് മൂപ്പര് കോൺഗ്രസ്സുകാരല്ലേ ഇതോ, ഇനി മൂപ്പര് കമ്മ്യൂണിസ്റ്റ് ആയില്ലേ. ലീഗ് കുടുംബത്തിൽ നിന്ന് വന്നവൻ ചിലപ്പോൾ കോൺഗ്രസ് ആവും, ചിലപ്പോൾ വേറെ വല്ല പാർട്ടിയിലും പോവും. ഇപ്പോൾ പുതിയ കുറേ പാർട്ടികളുണ്ടല്ലോ, നിങ്ങൾ പറഞ്ഞല്ലേ, ഇതാണ് SNDP, പിന്നെ SNDP അല്ല മറ്റേത് SFI, അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടി, അതിലേക്കൊക്കെ പോകുന്നുണ്ടല്ലോ. അതൊക്കെ നമ്മൾ പറയേണ്ടതല്ല അതൊന്നും. അതെങ്ങനെയാണ് മാറ്റങ്ങൾ, അത് നിങ്ങൾ രാഷ്ട്രീയമായിട്ട് രാഷ്ട്രീയക്കാരോട് ചോദിക്കുക. നിങ്ങളെ ഈ നിലക്കുള്ള ഈ ജനങ്ങളെ ഈ ചിന്തി ഈ മുന്നേറ്റമൊക്കെ നല്ലതാണോ അല്ലേ, അത് അവരോട് ചോദിക്കാം. നമ്മൾ അതിനെപ്പറ്റി അഭിപ്രായം പറയില്ല. നമ്മളത് നല്ലതാണോ, നമ്മൾ അഭിപ്രായം എന്ന് പറഞ്ഞാൽ എല്ലാവരും സമസ്തയിലേക്ക് വരേണ്ടത് നല്ലതാണ്, സമസ്തനെ അംഗീകരിക്കണം എന്ന് പറയേണ്ടത് നല്ലതാണ്, എല്ലാവരും സമസ്തൻ്റെ മെമ്പർമാരായാലും അത് നല്ലതാണ് എന്നൊക്കെ നമുക്ക് പറയാം.